രൂപ തോതിൽ ഈ ഒരു കോഴിക്കുഞ്ഞുങ്ങളെ എവിടെ വാങ്ങിക്കാൻ കിട്ടുകയെന്ന് ചോദിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വീഡിയോയിൽ ഒരുപാട് കമൻറ്റുകളാണ് വന്നത്. എല്ലാവരും 15-20 രൂപ കൊടുത്തിട്ട് വാങ്ങിച്ച ആൾക്കാരാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ കൂടെ തരാം. അതേപോലെ ഇത് വളർത്തിയെടുക്കേണ്ട രീതി എങ്ങനെയെന്ന് കുറേ ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് ഈ അണ്ണനോട് തന്നെ ചോദിച്ചിട്ട് മനസ്സിലാക്കാം. ഇത് ഏകദേശം ഒരു ദിവസം എത്ര പീസ് സെയിലാവും? അത് കച്ചവടത്തിന് അനുസരിച്ച് ചില സമയം കച്ചവടം കൂടുതലുണ്ടാവും. എന്തായാലും 1000 പീസൊക്കെ പോവോ? ഇല്ല, 1000 പീസ് ഒന്നും പോകില്ല. ദിവസം കൂലി കിട്ടും. കൂലി കിട്ടും, അത്രേ ഉള്ളൂ അല്ലെ? അധികം ലാഭം നമ്മൾ പ്രതീക്ഷിക്കില്ല. ഒരു കൂലി കിട്ടും. 5 രൂപ വെക്കുന്നത് കൊണ്ട് നമുക്ക് കൂലി കിട്ടും. പക്ഷെ കച്ചവടം കൂടുതൽ കിട്ടും 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ. ചില ആളുകൾ വലിയ വിലക്ക് വെക്കും, അവർക്ക് കച്ചവടം കുറയും. നമുക്ക് കച്ചവടം കൂട്ടിയിട്ട് ചെറിയ ന്യായമായ ഒരു തുച്ഛമായ ലാഭം എടുത്തിട്ട് കൂടുതൽ കച്ചവടം ചെയ്യുക. ഒരു കൂലി അണ്ണന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കച്ചവടം ചെയ്താൽ അണ്ണന് കുഴപ്പമില്ലാത്തൊരു കൂലി കിട്ടും. മലപ്പുറം ജില്ലയിലെ വണ്ടൂർ അടുത്ത് ചെറുകോട് അനിക്കോട് അറിയുന്ന സ്ഥലത്താണ് ഇതുള്ളത്. 5 രൂപക്കാണ് ഇദ്ദേഹം വിറ്റുകൊണ്ടിരിക്കുന്നത്. കുറെ കാലങ്ങളായിട്ട് ആള് തമിഴ്നാട്ടുകാരനാണ്. എത്ര വർഷമായിട്ട് നമ്മൾ ഈ ഫീൽഡിൽ ഉണ്ട്? 10-12 വർഷമായിട്ട് കച്ചവടം ചെയ്യുന്നത്. 12 വർഷമായിട്ട് ഈ കോഴിക്കുഞ്ഞുങ്ങളെ കച്ചവടം ചെയ്യുന്നുണ്ട്. 12 വർഷമായിട്ട് എത്ര രൂപ വരെയാണ് ഇത് വിറ്റ് തുടങ്ങിയത്? അന്ന് മുതൽ 5 രൂപ, അന്ന് 5 രൂപ, ഇന്ന് 5 രൂപ. അന്ന് മുതൽ 5 രൂപ, ഇപ്പോഴും 5 രൂപക്ക് കൊടുക്കുന്നത്. അണ്ണന് അതിൽ ചില്ലറ ലാഭം കാര്യങ്ങളൊക്കെ കിട്ടും. 5 രൂപക്ക് ഓക്കെയാണ്. 5 രൂപക്ക് കൊടുക്കാൻ പറ്റുമത് അല്ലേ? പിന്നെ ഈ സാധനം നമുക്ക് പിന്നെ വളർത്തുമ്പോ എന്താണ് തീറ്റ ആയിട്ട് എന്താ കൊടുക്കാന്നല്ലേ ഏറ്റവും നല്ലത്? കോയിനെ വാങ്ങിട്ടേ ഒരു ഫസ്റ്റ് ഒരു 15 ദിവസം അട്ടപ്പെട്ടിയിൽ തന്നെ ഇടണം. അട്ടപ്പെട്ടിയിൽ അട്ടപ്പെട്ടി ഇടുമ്പോ നമുക്ക് ലൈറ്റ് കൊടുക്കാൻ ആവശ്യമില്ല, ചൂട് കിട്ടും. അപ്പൊ കോഴിക്കുട്ടിക്ക് സേഫ്റ്റി. പിന്നെ നമ്മൾ വീട്ടിലെ കമ്പിക്കൂട് അങ്ങനെ ഉണ്ടായാലോ അട്ടപ്പെട്ടിൽ തന്നെ ഇടണം. കാരണം മഞ്ഞ് കൊള്ളാതിരിക്കാൻ വേണ്ടി. പിന്നെ കോഴിക്കുട്ടി സ്റ്റാർട്ടർ, ചൊളാണ്ടി, പിന്നെ റവ അങ്ങനെ തിന്നു എല്ലാം കൊടുക്കാം. കോഴിക്കുട്ടിക്ക് കൂടുതൽ വെള്ളം കൊടുക്കാൻ പാടില്ല, കൂടുതൽ ഫുഡും കൊടുക്കാൻ പാടില്ല. ആവറേജ് കൊടുക്കാം. ആവറേജ് പാകത്തിന്. എത്ര ഒരു ദിവസത്തിൽ 2-3 സമയം കൊടുത്താൽ മതി. കുറച്ച് കൊടുക്കാം, മീഡിയം കൊടുക്കാം. ചെറിയ കുട്ടിയല്ലേ, കുറച്ച് വലുതായി പിന്നെ എത്ര വേണമെങ്കിൽ കൊടുക്കാം. വലുതായ വൈറ്റ് കളറാവും. കളർ ചെയ്തിട്ട് നമ്മൾ വെറൈറ്റിക്കും വേണ്ടിട്ട് കളറിൽ ചെയ്യണം. ഇത് 100% നമ്മൾ ഉണ്ടാവും അല്ലെ? കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും. ശ്രദ്ധിച്ച് നോക്കിയാൽ ശരിക്കും നോക്കിയാൽ മണ്ണിൽ വിടാതിരിക്കണം നല്ലത്. മണ്ണ് വാങ്ങി തന്നെ അപ്പൊ മണ്ണിൽ ഇടരുത്. മണ്ണിൽ ഇട്ടാലേ കോഴിക്കുട്ടി തീറ്റ മണ്ണ് തിരിച്ചറിയില്ല. അപ്പൊ എല്ലാം തിന്നുമ്പോ എല്ലാം കഴിക്കും, മണ്ണും കഴിക്കും, ഫുഡും കഴിക്കും, വെള്ളം ആകെ വൃത്തിയേടായിട്ട് ഈ സാധനം അസുഖം വന്നിട്ട് ചത്തുപോകും. അങ്ങനെ ചെയ്യാൻ പാടില്ല. 15 ദിവസം മണ്ണിൽ തന്നെ ഇടരുത്. ഇതെന്താ വെച്ചാല് നല്ല ഭംഗി മാത്രം കണ്ടോ? ഇതിന്റെ ഭംഗി നല്ല ഭംഗിയാണ്. ഭംഗി മാത്രമല്ല, നമുക്കിത് വളർത്തി വലുതാക്കി എടുക്കാനും പറ്റും. ഇത് ഒരു മാസമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം വലിയ കോഴിയാവില്ലേ? ഒരു മാസമല്ല, 2-2.5 മാസം, 60 ദിവസം 70 ദിവസം വേണം. 60 ദിവസം 70 ദിവസം നോക്കിക്കഴിഞ്ഞാല് ഇതൊരു വലിയൊരു കോഴിയായിട്ട് നമുക്ക് കിട്ടും. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ 100% ഉണ്ടാവുന്നില്ലാണ് എണ്ണ പറയുന്നത് കേട്ടോ. ഞാൻ എന്തായാലും ഇതിന്റെ മുമ്പ് ഞാനൊരു 50 രൂപക്ക് ഒരു 10 വാങ്ങി. അത് വീട്ടിലിന്റെ അത്യാവശ്യം വലുതായി, ചിറകൊക്കെ തൂവലൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ഒരു 250 രൂപ കൂടി വാങ്ങാണ്. അണ്ണാ നല്ലത് നോക്കിയിട്ട് 250 രൂപക്ക് എനിക്ക് തരാം. ഈ ബോക്സ് കിട്ടാൽ മതി. ബോക്സ് ഞാൻ വീട്ടിൽ നിന്ന് കൊടുന്നാട്ടോ 250 രൂപക്ക്. ഞാനിത് വളർത്തി കഴിഞ്ഞ പ്രാവശ്യം ഒരു 2 വർഷം മുന്നേ ഞാനത് വളർത്തിയാണ്. അന്ന് എനിക്ക് ഏകദേശം അന്ന് 15 10 വാങ്ങിയത്. ആ വാങ്ങിയാലൊരു 2-3 എനിക്ക് പോയി. ബാക്കിയുള്ളതൊക്കെ ഉണ്ടായി വലുതായി കിട്ടിയിട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആ ഒരു വിശ്വാസം കൊണ്ട്, ആ ഒരു കോൺഫിഡൻസ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് വാങ്ങണത്. 250 രൂപക്ക് വാങ്ങണ്ടേ? 250 രൂപക്ക് 50 പീസ് ഉണ്ടാവില്ലേ? 50 പീസ് 250 രൂപക്ക് 50 പീസ് ഉണ്ടാവും. അതെ, അപ്പൊ 50 പീസ് വാങ്ങണേ. പിന്നെ നെറ്റ് അടിച്ച നല്ല കൂടുണ്ട് വീട്ടില്. അപ്പൊ ആ കൂട്ടിലിട്ട് വളർത്താം. നല്ല നോക്കി അടിപൊളി നോക്കിട്ടേ തെരഞ്ഞെടുക്കട്ടോ. എല്ലാ കളറും ഉണ്ട് കേട്ടോ, എല്ലാ കളറും ഉണ്ട് കേട്ടോ. വെറൈറ്റി കളറ് 50 പീസായപ്പോ ഓരോരോ കളർ 10 പീസ്, 5 കളറ് ഓരോ പീസും 10 കളർ. അതെ 10 കളർ ചേഞ്ച് തരാം. ശരി. അന്ന് ഈ ബോക്സ് കൊണ്ടുവന്നാലേ കവറിൽ വാങ്ങിക്കണമായിരിക്കല്ല, ഈ ബോക്സിൽ വാങ്ങിയാല് ഉണ്ടോ സുഖമായിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെന്ന ഉടനെ കുറച്ച് വെള്ളം കൊടുക്കല്ലേ എന്നാ? അങ്ങനെ 250 രൂപക്ക് 50 പീസ് ഞാൻ വീണ്ടും വാങ്ങിയിട്ടുണ്ട്. ഒരു 10 പീസ് നേരത്തെ വാങ്ങിയത് വീട്ടിലുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ ഒരു 50 പീസും കൂടി വളർത്താമെന്ന് തീരുമാനിച്ചു. പ്രത്യേകിച്ച് ഫുഡ് കാര്യങ്ങളൊന്നും ഞാൻ കൊടുക്കില്ല, സ്റ്റാർട്ടറും വെള്ളം മാത്രമേ കൊടുക്കാറുള്ളൂ. ഇത് ഞാൻ നേരത്തെ വാങ്ങിയ കുഞ്ഞുങ്ങളാണ്. ഇവർ ശരിക്കും നല്ല ആക്റ്റീവായിട്ട് ഉണ്ടാകുന്നുണ്ട്. തൂവൽ കാര്യങ്ങളൊക്കെ വന്നു. ഒരു പെടക്കോയിനും കൂടി കൂട്ടത്തിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഈ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഈ 5 രൂപ തോതിൽ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ട് ആർക്കെങ്കിലും വളർത്തിയെടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിക്കാം, കുഞ്ഞുങ്ങളെ വാങ്ങിച്ച് വളർത്തിയെടുക്കാം കേട്ടോ.